അവരുടെ ഊഹം ശരിയായിരുന്നു. കുടുസുകോവണി കരഞ്ഞു. ശിവമിടിക്കുന്ന ഹൃദയത്തോടെ എണീറ്റ് വാതിൽ തുറന്നപ്പോഴേക്കും അവർ മുന്നിലെത്തിക്കഴിഞ്ഞു. 4 സംഘം. അപ്പോൾ നിനക്ക് നേരത്തെ എണീൽക്കാനറിയാം അല്ലേടാ? നേതാവ് പരിഹസിച്ചു. ശിവൻ തല കുനിച്ചു നിൽക്കുകയാണ്. സമയം കളയാതെ പണമെടുക്കടാ. അവന് ചലിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞത് കേട്ടില്ലേടാ? പെട്ടെന്ന് ശിവൻ നേതാവിൻ്റെ കാൽക്കിലേക്ക് വീണു. കാലിൽ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്തവണ ഞാൻ കള്ളമല്ല പറയുന്നത്. ഒറ്റ പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അത്താഴം കഴിച്ചത് തന്നെ കഷ്ടിച്ചാണ്. ഓഹോ, നേതാവ് പുച്ഛഭാവത്തിൽ ചിരിച്ചു. ആദ്യം വന്നപ്പോൾ തന്നെ നീ വേലയിറക്കു തുടങ്ങിയതാണ്. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്. നോക്കടാ. മറ്റുള്ളവർ അവിടെ മുഴുവൻ തപ്പി. 5 പൈസ പോലും അവർക്ക് കിട്ടിയില്ല. ഒരുവൻ്റെ കണ്ണുകൾ ചൈതന്യയുടെ കാതിൽ പതിഞ്ഞു. കമ്മൽ സ്വർണ്ണമല്ലേടി? ഇങ്ങ് ഊരിയെടുക്ക്. ചൈതന്യം അടിച്ചു. എടുക്കടി. വേണ്ട ചൈതന്യ. ഗുണ്ടയുടെ കാൽക്കൽ നിന്നും എണീൽക്കുന്നതിനിടയിൽ ശിവൻ വിളിച്ചു പറഞ്ഞു. അത്രയ്ക്കായോടാ? ഗുണ്ട ചോദിച്ചതും തൊഴിച്ചതും ഒന്നിച്ചായിരുന്നു. എൻ്റെ അമ്മേ. അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് ശിവൻ മലർന്നു വീണു. മുപ്പല്ലിയിൽ കോർത്ത പാമ്പിനെ പോലെ വേദനയോടെ പിടഞ്ഞു. അത് കണ്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. ചൈതന്യ കമ്മലുകൾ ഊരി അവർക്ക് കൊടുത്തിട്ട് ശിവൻ്റെ അരികിൽ ഓടിയെത്തി. നമ്മളെ എങ്ങനെ കൊല്ലുന്നതിൽ ഭേദം ഇവർക്ക് ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതല്ലേ? ശിവൻ വിലപിച്ചു. അങ്ങനെയാകാം. ദാദ അടുത്താഴ്ച വരുന്നുണ്ട്. ഗുണ്ടകൾ ഇറങ്ങിപ്പോയി. ചൈതന്യ ശിവൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചിട്ട് വയറ്റിൽ തടവി. നമ്മളെങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതല്ലേ മോളെ? നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും. കരയരുത് ചേട്ടാ. അത്രയും പറയുവാനേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. വിഷം വാങ്ങാനുള്ള പണം പോലുമില്ല. അല്ലെങ്കിൽ ഒന്നിച്ചു മരിക്കാമായിരുന്നു. ഇത്തവണ ചൈതന്യ ശിവൻ്റെ വായ്പൊത്തി. ജീവിതം അവർക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. ഒരു മരുഭൂമിയുടെ നടുവിൽ അകപ്പെട്ടതുപോലെ അവർ തളർന്നു. ഈ അവസരത്തിലാണ് ശാരദ വീണ്ടും രംഗപ്രവേശം ചെയ്തത്. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ തെരുവിൽ സസുഖം കഴിയുവാനാകും. എന്നുവെച്ചാൽ എൻ്റെ ഭാര്യയെ ഞാൻ ആൽബർട്ട് മുതലാളിക്ക് നൽകണമെന്ന് അല്ലേ? ശിവൻ പൊട്ടിത്തെറിച്ചു. മാംസം വിറ്റ് ജീവിക്കാനായിരുന്നുവെങ്കിൽ അതിന് ഇവിടെ തന്നെ കഴിയണമെന്നില്ലായിരുന്നു. ശാരദ അവനെ തുറച്ചു നോക്കി. ആൽബർട്ട് മുതലാളി ആരാണെന്ന് നിനക്ക് അറിയില്ലട ചെറുക്ക. ദൈവമല്ലെന്നറിയാം. മറ്റ് ഏത് ചെകുത്താനായാലും എനിക്കൊന്നുമില്ല. പിന്നീട് ശാരദ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്നിറങ്ങിപ്പോയി. അന്ന് തന്നെ അവർ ആൽബർട്ടിനോട് പറഞ്ഞു. എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. മുതലാളി തന്നെ നേരിട്ട് ഇടപെടുന്നതാണ് നല്ലത്. ചൂലേ. ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇപ്പോൾ കാലുമാറുന്നോ? ആ വാർത്ത ആൽബർട്ടിന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. മുതലാളി പൊറുക്കണം. പൊറുക്കാൻ എന്താടി? മുറിവാണോ? പാമ്പിൻ്റെ സീൽക്കാരൻ പോലെ അയാൾ ചോദിച്ചു. അവൾ മൗനം. മാറിപ്പോടി മുന്നിൽ നിന്ന്. തൽക്കാലം പിൻവാങ്ങുകയാണ് ഉത്തമമെന്ന് ശാരദയ്ക്കും തോന്നി. ആൽബർട്ടിൻ്റെ ചിന്തകൾ കാട് കയറുകയായിരുന്നു. എങ്ങനെയും അവളെ തൻ്റെ കിടക്കറയിൽ എത്തിക്കണം. റൗഡി രാമുവിൻ്റെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. അവർ വിചാരിച്ചാൽ കാര്യം നടക്കും. രാമു ദാദയുടെ ആളാണെങ്കിലും പണം കൊടുത്താൽ അത്യാവശ്യത്തിന് തൻ്റെ കൂടെ നിൽക്കും. അടുത്ത ദിവസം തന്നെ ആൽബർട്ട് രാമുവിനെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അവൻ ഭവ്യതയോടെ അയാളുടെ മുന്നിൽ നിന്നു. മുതലാളി വിളിപ്പിച്ചത്? നീ ആഗ്രഹിക്കുന്നത് ഞാൻ തരും. പക്ഷേ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. രാമു ചിന്തിച്ചു നിന്നു. എന്താ, പറ്റില്ലേ? അതല്ല മുതലാളി, ഞാൻ ദാദയുടെ ആളായിട്ടിരിക്കുമ്പോൾ. അതിനെന്ത്? ഇതെൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ദാദ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. രാമു സമ്മതിച്ചു. മുതലാളി അപ്പോൾ തന്നെ 20ൻ്റെ ഒരു കെട്ട് നോട്ട് അവന് എറിഞ്ഞു കൊടുത്തു. 2000 രൂപ. മുതലാളി ജോലി എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും ശിവനും ചൈതന്യയും തീർത്തും പട്ടിണിയിലായി. വിജയരാജൻ പോലും ഇപ്പോൾ അവിടേക്ക് അങ്ങനെ വരാറില്ല. ആൽബർട്ടിൻ്റെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതിരിക്കാൻ അവന് കഴിയില്ലെന്ന് ശിവൻ അറിയാമായിരുന്നു. ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. ശിവൻ രാവിലെ തെരുവിൽ ഇറങ്ങി. എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് നോക്കാം. അല്പം നടന്നു കാണും. അവൻ്റെ അരികിലൊരു ടാക്സി വന്നു നിന്നു. ശിവൻ വിളി കേട്ട് അവൻ തലതിരിച്ചു നോക്കി. കമല. എവിടേക്കാണ്? വെറുതെ. അവൻ്റെ മുഖത്തെ മ്ലാനത അവർ ശ്രദ്ധിച്ചു. ഞാൻ പട്ടണത്തിലേക്കാ. വരുന്നോ? ഇല്ല. ശിവൻ നടന്നു. തെരുവ് മുഴുവൻ അലഞ്ഞെങ്കിലും അവന് യാതൊരു പണിയും കിട്ടിയില്ല. നിരാശയോടെ തിരികെ പോരുമ്പോൾ വിജയരാജൻ്റെ ഭാര്യ കനകമ്മ എതിരെ വന്നു. അവനെ കണ്ട ഭാവം പോലും കാണിക്കാതെ അവർ മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് നടന്നകന്നു. വിജയരാജന് പോലും തങ്ങളെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നീടാണ് ഇവൾ. ശിവൻ ഓർത്തു. തിരികെ മുറിയിലെത്തിയപ്പോൾ ശിവൻ കണ്ടു ചൈതന്യ എന്തോ വേവിക്കുകയാണ്. അവനെ കണ്ടപ്പോൾ ഒരു വിളറിയ ചിരിയോടെ അവൾ എണീറ്റു. എന്താ മോളെ ഇത്? മറുപടി പറയാതെ അവൾ നിന്നു. ശിവൻ കലത്തിന് മുകളിലെ അടപ്പെടുത്ത് നോക്കി. അവൻ്റെ മുഖം വിളറിപ്പോയി. മരച്ചീനിയുടെ ഇല. താഴെ റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ചൈതന്യ. വിശപ്പിൻ്റെ കാഠിന്യം. ഒന്നും മിണ്ടാതെ ശിവൻ വാതിൽ ചാരിയിരുന്നു. ചൈതന്യ ഇല വെന്ത് കഴിഞ്ഞപ്പോൾ വെള്ളം വാർത്ത് കളഞ്ഞു. നേരത്തെ വാങ്ങിയ ഉപ്പും മുളകുമൊക്കെ അല്പാൽപ്പം അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവൾ അതുകൂടി ഇലയോടെടുത്ത് ചേർത്തിളക്കി ഒന്നുകൂടി വേവിച്ചു.
തളർന്ന മനസ്സോടെ എല്ലാം നോക്കിയിരിക്കുകയാണ് ശിവൻ. ജീവിതത്തിൽ ഒരിക്കലും അവന് ഇത്രയും ദുഃഖം ഉണ്ടായിട്ടില്ല. പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയിട്ടുള്ളവൾ, ഇറച്ചിയും മീനും കൂട്ടാതെ ഊണു കഴിക്കാൻ വിഷമിച്ചിരുന്നവൾ, ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വിളമ്പി അവൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു ചൈതന്യൻ. പിന്നെ കുടിക്കാൻ വെള്ളവും. എത്ര ശ്രമിച്ചിട്ടും അവന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ടപ്പോൾ ചൈതന്യയ്ക്കും സങ്കടം കലശലായി. ചേട്ടാ, എൻ്റെ മോളെ, മരണം വരെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനം കാഴ്ചവെക്കാതെ ജീവിക്കാൻ ചേട്ടാ. അവൾ തന്നെ പാത്രത്തിൽ നിന്നും ആ പദാർത്ഥം അല്പമെടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അവനത് തിന്നു. അതിന് എന്ത് രുചിയാണെന്ന് പോലും അവൻ അറിഞ്ഞില്ല. ചൈതന്യയും ശിവനും തൽക്കാലം അത് തിന്ന് വിശപ്പടക്കി. വെള്ളവും കുടിച്ചു. ഛർദിൽ വരുന്നുണ്ടോ? ഇരുവർക്കും സംശയം. അടുത്ത മുറികളിൽ നിന്ന് എവിടെയോ മത്സ്യം പൊരിക്കുന്നതിൻ്റെ രുചികരമായ മണം. അവർക്ക് വായിൽ വെള്ളമൂറി. വെയിലിൻ്റെ കാഠിന്യത്തിൽ അവർ തളർന്നുറങ്ങി. സായാഹ്നം. തെരുവിലെ ചന്ത സമയം. തെരുവിൽ നല്ല തിരക്കായിരുന്നു. ഈ സമയം ഗുണ്ടാരാമു അവർ താമസിക്കുന്ന മുറിയിലേക്ക് കുടുസുകോവണി കയറി നടന്നെടുത്തു.